കമല എവിടെ? അവൾ സിനിമ കാണാൻ പോയി. അപ്പൊ ഞാൻ നാളെ വരാം. ഓ, അവളില്ലെങ്കിൽ നിന്നൂടെ? ഇല്ല, എനിക്ക് നേരത്തെ വീട്ടിൽ ചെല്ലണം. നിൽക്കണേ. ഓ, ഒരു ദിവസം ഇത്തിരി താമസിച്ചെന്ന് വിചാരിച്ചൊന്നും വരാനില്ലേ? ഇതാ, ഇത് വാങ്ങിക്കൂ തങ്കം. എനിക്ക് വേണ്ട. അയ്യോ, ഇത് ശമ്പളമാണ്. ശമ്പളമാണെങ്കിൽ കടം വാങ്ങിയത് വക വെച്ചോണം. പിന്നെ അല്ല, നീ ഒരു കട്ടുറുമ്പ് തന്നെ. എന്താ പറന്നു പോയോ? അത് തിരികെ കൂട്ടിൽ വന്നോളും. അതേത് ചേട്ടാ? അതെല്ലാം നമ്മുടെ നീ എന്താ പറഞ്ഞേ? ആരാ? അമ്മിണിയോ? അല്ല, കുറുപ്പാ. ആ, വിളക്ക് കത്തിച്ചില്ലേ? സന്ധ്യയായോ? വരണം കുറുപ്പേ, ഇരിക്കണം. ഇരിക്കാനൊന്നും നേരമില്ല. അപ്പോ ഞാൻ വന്നത് ഈ രൂപ തരാനാണ്. രൂപയോ? അതെ, അമ്മിണിയുടെ ശമ്പളം. അത് അവളെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ കൊടുത്തിട്ട് വാങ്ങുന്നില്ല. അവൾക്ക് വകതിരിവുണ്ട്. അപ്പുന് പണം ഏറ്റവും ആവശ്യമുള്ള സമയമല്ലേ? ചികിത്സയ്ക്ക് പറ്റും ചെലവില്ലേ? ഇതാ, ഇതിരിക്കട്ടെ. വലിയ ഉപകാരം കുറുപ്പേ. നിങ്ങളല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് സഹായത്തിനില്ല. എന്ത് ചെയ്യാം, എനിക്കും അല്പം ബുദ്ധിമുട്ടുള്ള സമയമായിപ്പോയി. അല്ലെങ്കിൽ അപ്പുവിന്റെ ചികിത്സയ്ക്കുള്ള സകല ചെലവും ഞാൻ വഹിച്ചേനെ. എനിക്കൊരാളോട് സ്നേഹം തോന്നിയാൽ അങ്ങനെയാ. അല്ല, ആ ദൗർബല്യമാണ് എന്നെ നശിപ്പിച്ചത്. പറയുന്നതിൽ അപ്പു തെറ്റിദ്ധരിക്കരുത്. എന്റെ കടമയായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. എന്താണ്? പരിഭ്രമിക്കാനൊന്നുമില്ല. അമ്മിണിയെ ഒന്ന് നിയന്ത്രിച്ചേക്കണം. അല്ല, പ്രായം അതാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ രീതികളും അറിയാമല്ലോ. അവൾ എട്ടും പൊട്ടും അറിഞ്ഞുകൂടാത്ത പാവവുമാണ്. അവൾ വല്ല തെറ്റും ചെയ്തോ? കൊള്ളാം, തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ശാസിക്കില്ലേ? അല്ല, തെറ്റിപ്പോകാൻ ചില സാധ്യതകളുണ്ട്. അതുകൊണ്ടൊരു മുന്നറിയിപ്പ് തന്നു എന്നേ ഉള്ളൂ. ആരോ ഒരു പോലീസുകാരൻ. ഛേ, അവനോടൊക്കെ സംസാരിക്കുന്നത് തന്നെ. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല എങ്കിലും എന്തിനതിനൊക്കെ പോകുന്നു? അയ്യോ, ഗുണദോഷിക്കണേ. അത് പ്രത്യേകം പറയണോ? മനസ്സിലിരുന്നാൽ മതി. ഞാൻ ഇറങ്ങട്ടെ. ചേട്ടാ, ചേട്ടാ, തനിച്ചിരുന്ന് മുഷിഞ്ഞോ? അതാണോ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. ആഹാരമൊക്കെ ഉണ്ടാക്കട്ടെ ചേട്ടാ? വേണ്ട, എനിക്ക് നല്ല സുഖമില്ല. എന്താണ്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ എനിക്കൊന്നും വേണ്ട. നീ നാമം ജപിക്കാതിരുന്നില്ലല്ലോ. എന്താ, ദൈവത്തെ മറന്നോ? ചേട്ടൻ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ വല്ല തെറ്റും ചെയ്തെങ്കിൽ പറയണം എന്നോട്. അമ്മണി, നീ സൂക്ഷിക്കണം. ഒരു പോറലേറ്റാൽ മതി, ഒരു ജീവിതം പാഴായിപ്പോകും. കാലം നിറവിയാൽ ചെന്ന് വീഴുന്നത് നിലയില്ലാത്ത കയത്തിലായിരിക്കും. ഇന്ന് നീ വെറും ഒരു കുഞ്ഞല്ല. ചേട്ടൻ ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ചെയ്തു പോയാലോ എന്ന ഭയം കൊണ്ട് പറഞ്ഞതാണ്. വഞ്ചനയും കളവും നിറഞ്ഞ പട്ടണമാണിത്. വഴിതെറ്റിക്കാൻ ഇവിടെ അനേകം പ്രലോഭനങ്ങളുണ്ട്. നീ എത്ര പാവമാണ്. എന്റെ അനുജത്തെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. ചേട്ടാ, ഞാൻ പോട്ടെ. ഇന്ന് വേഗം വരില്ലേ? വരാം. ചേട്ടാ, ഇനി ഞാൻ ആ കുറുപ്പദ്ദേഹത്തിന്റെ വീട്ടിൽ ട്യൂഷന് പോകണം. അതെന്താ? നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കല്ലേ നല്ലത്. ഇത്ര പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം? ഒന്നുമില്ല. കുറുപ്പ് വളരെ നല്ല മനുഷ്യനാണ്. നിനക്ക് വെളുപ്പും കറുപ്പും തിരിച്ചറിയാൻ വയ്യ. നീ നിശ്ചയമായും പോകണം. ശരി. അമ്മണി നിൽക്കൂ. നിൽക്കാം, പക്ഷെ മാല ഞാൻ അമ്മയുടെ കൊടുക്കും. അതല്ല. പിന്നെ ഒന്നുമില്ല. എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഊഹിച്ചത് ശരിയാണ്. പിന്നെന്തിനു മടിക്കുന്നു? അതോ, ചുരുങ്ങിയ കാലമേ ആയുള്ളൂ നാം പരിചയപ്പെട്ടിട്ട്. എങ്കിലും വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ ധാരണ. അതിലെന്താണ് സംശയം? ഇല്ല. ചില മോഹങ്ങൾ ഉള്ളിൽ ഒളിച്ചു വെക്കുന്നതിനേക്കാൾ പുറമേ പറയുകയല്ലേ നല്ലത്. എന്റെ അമ്മയ്ക്ക് അമ്മണിയെ വലിയ ഇഷ്ടമാണ്. ഇന്നലെ എന്റെ വിവാഹത്തെപ്പറ്റി അമ്മ സൂചിപ്പിച്ചു. നാം എന്നും കാണും, ചിരിക്കും, നേരം പോക്ക് പറയും. ശരിയാണ്. പക്ഷേ അമ്മണിയുടെ മനോഗതി അറിയാതെ എനിക്കൊന്നും പറയാൻ വയ്യല്ലോ. ഞാൻ എന്താണ് പറയേണ്ടത്? എന്റെ ചേട്ടന്റെ സ്ഥിതി ബാബുവിന് അറിഞ്ഞൂടെ? ചേട്ടനെ ശുശ്രൂഷിക്കാൻ ഞാനല്ലാതെ മറ്റാരുമില്ല. ആ വ്രതത്തിൽ ഞാൻ കഴിയുകയാണ്. ഈ ഘട്ടത്തിൽ എന്റെ ഹൃദയം പങ്കിടാൻ ഞാൻ അശക്തിയാണ്. അങ്ങ് വിശ്വസിക്കണം. എന്റെ ചേട്ടൻ കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത്. അമ്മിണി, ചേട്ടന്റെ കാഴ്ച വീണ്ടും കിട്ടുന്നവരെ എന്റെ ജീവിതത്തിന് മാറ്റമില്ല. ഞാൻ ആരെങ്കിലും വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതും. അമ്മണിയുടെ നില എനിക്ക് മനസ്സിലായി. ആ വികാരത്തിൽ എനിക്ക് പൂർണ്ണമായി സഹകരിക്കാൻ കഴിയും. ഞാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തു നിന്നുകൊള്ളാം. അതുവരെ ഞാൻ അങ്ങയുടെ അനിയത്തിയാണ്. ഈ സാധുവിന് വേണ്ടി അങ്ങ് കാത്തു നിൽക്കുന്നു. നിശ്ചയമായി ഞാൻ വീട്ടിലേക്ക് അടുത്ത് തന്നെ വരാം. ചേട്ടനെയും എനിക്ക് പരിചയപ്പെടണം. വരുമോ മണി? അമ്മണി, ഇന്ന് ഓടിക്കളല്ലേ, കുറച്ച് പലഹാരം തരാം, അതും കൊണ്ട് പോയാൽ മതി. കൃഷ്ണജയന്തി അല്ലേ? എനിക്ക് പോകാൻ ധൃതിയായി. അമ്മ ഇപ്പൊ വരും, വന്നിട്ട് പോയാ പോരെ? ക്ഷമിക്കണം, ഇന്ന് ചേട്ടനെ ആശുപത്രി കൊണ്ടുപോകേണ്ട ദിവസമാണ്. എനിക്ക് ഒന്ന് രണ്ടിടത്ത് പോകാനുമുണ്ട്. ഇപ്പൊ തന്നെ വൈകി. അമ്മയോട് ഒന്ന് പറഞ്ഞേക്കണേ. അതെ കുഞ്ഞെ, നീ ഏതാ? ഈ വട്ടി ഇവിടെ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കല്യാണിയമ്മ. കല്യാണിയമ്മ? ഡേ പയ്യൻ,
ഇന്ന് നീ നേരത്തെ വന്നോ? ട്യൂഷന് പോയില്ലേ? ഇല്ല ചേട്ടാ, ആ, ഞാൻ പടി വരെ പോയി. അപ്പോഴാണ് ഇന്ന് ചേട്ടൻ ആശുപത്രി പോകേണ്ട ദിവസമാണല്ലോ എന്ന് ഓർമ്മ വന്നത്. ഇനി ആശുപത്രി പോയിട്ട് ഞാൻ ട്യൂഷന് പോയിക്കൊള്ളാം. ഇന്ന് തീരെ വയ്യ, നാളെ രാവിലെ പോകാം. ഇതെവിടെ നിന്ന് ചേട്ടാ ഈ പലഹാരങ്ങൾ? ഏതോ ഒരു പയ്യൻ ഇവിടെ കൊണ്ടുവന്നു. അമ്മിണി, ഈ കല്യാണിയമ്മ ഏതാണ്? അതോ, നല്ല സ്നേഹമുള്ളൊരു സ്ത്രീയാണ് ചേട്ടാ. ഇതാ. നല്ല സ്ത്രീ അല്ലെങ്കിൽ നമുക്കിത് കൊടുത്തയക്കുമോ? നിന്റെ കൂടെ പഠിച്ച വല്ല കൂട്ടുകാരനുമാണോ? ഇതാ, വേറെയുമുണ്ട്. ഇത് കൊടുത്തയച്ചാരാണെന്ന് നീ പറഞ്ഞില്ലല്ലോ. അന്നൊരു പൂമാല വാങ്ങിയിട്ട് 2 രൂപ തന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ അമ്മയാണ്. തോന്നിയാസം കുറെ കൂടിപ്പോയി. ഞാൻ 100 ആവർത്തി പറഞ്ഞു, കണ്ണിക്കണ്ടവരുടെ വീടുകൾ വലിഞ്ഞു കയറി പരിചയപ്പെടരുതെന്ന്. ഇതിനാണോ നീ എന്നെ ഇവിടെ തടവിലിട്ടിട്ട് തനിച്ചു പോകുന്നത്? എന്താ എന്റെ ചേട്ടനാണോ ഈ പറയുന്നത്? ഞാൻ തോന്നിയാസം കാണിച്ചു. ചേട്ടന്റെ മനസ്സിൽ ഈ വിഷം കലർത്തിയതാരാണ്? നീ എന്നെ വിഷം കുടിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. എടി, നിനക്ക് ഈ പോലീസുകാരനുമായി എന്ത് ബന്ധം? ആ ആഭാസിന്റെ വീട്ടിൽ പോയതിന് ഈ പലഹാരം കൊടുത്തയച്ചത് അമ്മയോ മകനോ? ആ രീതിയിലാണ് എന്റെ ചേട്ടൻ എന്നെ കരുതുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്നെ ചികിത്സിക്കാൻ നീ പണമുണ്ടാക്കുന്നത് ഇങ്ങനെയാണോ? അമ്മിണി, ഭേദപ്പെട്ടു വരുന്ന ഈ കണ്ണുകൾ നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അയ്യോ, എന്റെ പൊന്നു ചേട്ടൻ ഇനി ഒരു മുള്ളുവാക്കും പറയരുത്. ഇനി ഒന്നും പറയുകയില്ല. നീ കളങ്കപ്പെട്ടെന്നറിയുന്ന ദിവസം നീ ഈ വീട്ടിൽ വരുമ്പോൾ നിന്റെ ചേട്ടന്റെ ജഡമേ ഉണ്ടായിരിക്കും. പറഞ്ഞേക്കാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേട്ടാ, ചേട്ടന്റെ അരികിലേക്ക് തെരുവിൽ നിന്ന് വന്നു കയറിയവളാണോ ഞാൻ? ഒരേ വയറ്റിൽ പിറന്ന് ഒരമ്മയുടെ പാല് കുടിച്ച് ഒരേ മടുത്തട്ടിൽ വളർന്ന് ഈ എന്റെ ചേട്ടന് വിശ്വാസമില്ലേ? പറയൂ, എനിക്കതറിയണം. ചേട്ടന്റെ ക്ഷേമത്തിന് വേണ്ടി എന്തും സഹിക്കാൻ, എന്തും ത്യജിക്കാൻ മനസ്സുള്ള ഈ കൊച്ചൻ എന്റെ ചേട്ടന് വിശ്വാസമില്ലേ? വിശ്വസിച്ചിരുന്നു. അതിനുള്ള ശിക്ഷയാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ തീ ഞാൻ തിന്നുന്നത്. അമ്മിണി, ഞാൻ നീറി നീറി ദഹിക്കുകയാണ്. ചേട്ടാ, ഞാൻ കാരണമോ? ചേട്ടനൊരു വേദനയായി ജീവിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്ത് ചെയ്യാം? ഇത് പരസഹായം കൂടാതെ കഴിയാൻ ചേട്ടന് വയ്യല്ലോ. ചേട്ടാ, ഈ കണ്ണുകൾക്ക് വേണ്ടിയാണ് ഞാൻ തെരുവ് തട്ടുന്നത്. ഈ നിമിഷം വരെ എന്റെ മനസ്സാക്ഷിയെ വിട്ട് ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കണം. എനിക്കിതൊന്നും കേൾക്കണ്ട. എന്റെ തല കറങ്ങുന്നു. പയ്യ പയ്യ. അമ്മിണി, നീ കരയുന്നു? ഒന്നും ചോദിക്കരുത്. അങ്ങിപ്പോ പോകണം. ഇവിടെ നിൽക്കട്ടെ. എന്തു പറ്റി? എനിക്ക് അമ്മയുടെ ചേട്ടനെ ഒന്ന് കാണണം. അയ്യോ, ഇപ്പൊ കാണണ്ട. ദൈവത്തെ കരുതി തിരിച്ചു പോണം. എല്ലാം ഞാൻ പിന്നെ പറയാം.